ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു ട്രിപ്പ് മോഡാണ്. അതും ക്രിയേറ്റഡ് ബൈ അവർ ടൂറിസം ക്ലബ്. നിലവിൽ നമ്മളെ ടൂറിസം ക്ലബിന് കുറച്ച് ദാരിദ്ര്യമായതുകൊണ്ട് തന്നെ നമ്മുടെ ഫണ്ടൊക്കെ അപ്നാപ്പിനായിരുന്നു. അതിൻ്റെ ഇടയിൽ അംജിതാണെങ്കിൽ 1% ആയിരുന്നു ഓളെ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്തിട്ട് നമ്മളിതൊക്കെ എത്ര കണ്ടത്. അങ്ങനെ പിന്നെ ബസ് ഇറങ്ങി പിന്നെ ഒരേ നടത്തായിരുന്നു. ഈ പൊരിയും വെയിൽ തെരിയും പിടിച്ച് നടക്കില്ലേ, അതുപോലെ ഒരു പരിധി എത്തിയപ്പം പിന്നെ ഫുള്ള് ചാടലും മണ്ടലൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഹിസ്റ്ററിക്കൽ ടൂറിസം അഡ്വഞ്ചർ ടൂറിസമായി മാറിയിട്ടോ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി. ലൈറ്റ് ഹൗസ് ആയിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, അതതിൻ്റെ പരിപാടിയും പണിയൊക്കെ തിരക്കിൽ അത് പൂട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആടെ നമ്മൾ മൂഞ്ചി. അങ്ങനെ പിന്നെ നമ്മൾ അടുത്ത ലക്ഷ്യം കുറച്ച് ടഫായിരുന്നു. കാരണം റോട്ടിൽ മൊത്തം ഓട്ടയായതുകൊണ്ട് മൊത്തം വെള്ളമായിരുന്നു. ഒരു വിധത്തിൽ ഡോറാബുജി പോലെ ഇങ്ങനെ ഇതൊക്കെ ചാടിക്കടന്നു. കണ്ടില്ലേ, നിയന്ത്രണം വിട്ട് നമ്മളെ പോക്ക് കണ്ടിട്ടാണോ ഒന്ന് നിയന്ത്രണ മേഖല എന്ന് എഴുതിയിട്ടുണ്ട്. ഫൈനലി നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തി. അത് ചാലിയും ബീച്ചിലെത്തി ഗൈസ്. കുറേ ഉപ്പന്മാരെ ഇങ്ങനെ കരമെന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ഫുൾ സെറ്റായിട്ട് വന്നിന്. കാരണം ഈ ഒരു സ്പോട്ട് ഇത് ഞാനിവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. സാറന്മാരൊക്കെ ഇങ്ങനെ മാപ്പൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. എന്തിന്? അതിൻ്റെ ഇടയിൽ ഒരു ചുപ്പാച്ചുപ്പ് വന്നിട്ടില്ല പറഞ്ഞിട്ട് ബണ്ണി ഇതായിരുന്നു. അങ്ങനെ ഒക്കെ ഒരു ചുപ്പാച്ചുപ്പ് വാങ്ങിക്കൊടുത്തു. നമ്മൾ ഫസ്റ്റ് ആയിട്ട് കഴിക്കാൻ പോവാണ്. എൻ്റെ ബദിരീങ്ങളെ ഒരു ചുപ്പാച്ചുപ്പ് കഴിക്കുമ്പോഴത്തേക്ക് ഒരു മന്തി കഴിച്ച എക്സ്പ്രഷനാണ്. അങ്ങനെ ഇടവേളകൾ ആന്തരാക്കാൻ ഞങ്ങൾ പിന്നെ ഒരു സർവത്ത് കുടിച്ചു. അതുപോലെ തന്നെ ഉപ്പിലിട്ടൊക്കെ കഴിച്ചു. അങ്ങനെ അതിനെ കുറേ കുറ്റവും കുറവൊക്കെ പറഞ്ഞ ശേഷം പിന്നെ നമ്മൾ നേരെ ബീച്ചിലോട്ട് കാല വെക്കാൻ വേണ്ടി കഴിഞ്ഞു കേട്ടോ. ചാലും ബീച്ച് കാണാൻ പോകണം എന്നുള്ളത് എൻ്റെ ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു. ഫൈനലി സാധിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ പരിതാപകരമായി തോന്നി. കാരണം ഇവിടുത്തെ ഈ ഒരു സിസ്റ്റമൊക്കെ കണ്ടില്ലേ, സത്യമായിട്ടും ബാഡ് അടിച്ച്. സംഭവം കുറേ ചരിത്രങ്ങളൊക്കെ കെട്ടിക്കിടക്കുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം, വേസ്റ്റ് മാനേജ് സിസ്റ്റം തീരെ ഇല്ലായിരുന്നു. അത്രക്ക് പരിതാപകരമായിരുന്നു. പിന്നെ നമ്മുടെ എവർ ടൈം പരിപാടി ഇത് ഇങ്ങനത്തെ കല്ലും മുള്ളൊക്കെ പറക്കിയെടുക്കുക, പിന്നെ മെമ്മറിയാന്ന് പറയാം. സോ ഇപ്രാവശ്യം അത് തെറ്റിച്ചില്ല. പിന്നെ സാറന്മാർ കുറേ അതിൻ്റെ ചരിത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ കുറേ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട്. സോ അടുത്ത മീൻ പിടിക്കുന്നൊക്കെ ലൈവായിട്ട് ഇളക്കിയെടുക്കുന്നൊക്കെ കണ്ടിട്ടുണ്ടായിന്. സോ അങ്ങനെ ഭയങ്കര അടിപൊളിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ സൈഡിൽ നിന്ന് കുറേ ആൾക്കാർ ഓട്ട മത്സരം ചാട്ട മത്സരമൊക്കെ പറഞ്ഞ് വീണ്ടും കുറേ കലാപരിപാടികളാണ്. ഇവിടെ രണ്ടാൾക്കാർ ഷാറൂഖ് ഖാനാവാൻ നോക്കുകയാണ്. സൈഡിൽ നിന്നാണെങ്കിൽ സാറ് ഒരേ ഷെയർ എട്ടിയായിട്ട് വന്നതാ. അതിൻ്റെ ഇടയിൽ ഈ കുരുട്ട് വന്ന്. എനിവേ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.